ഹായ് കൂട്ടുകാരെ, ക്രിസ്മസ് കാലമാണ് വരാൻ പോകുന്നത്. പലതരത്തിലുള്ള വൈൻ്റെ റെസിപ്പികൾ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. മുന്തിരി ചെയ്തിട്ടുണ്ട്, പൈനാപ്പിൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓറഞ്ച് കൊണ്ടൊരു വൈനാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വൈൻ റെസിപ്പി പോലെ തന്നെ 21 ദിവസം കൊണ്ട് പരമ്പരാഗതമായിട്ട് സാധാരണ നമ്മൾ വൈൻ ഉണ്ടാക്കുന്ന ഒരു രീതി. അപ്പോൾ ഇപ്പോൾ ഓറഞ്ചിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വിലക്കുറവുണ്ട്. ഈ വൈൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇറ്റ് മീൻസ് വെൽക്കം ടു മൈ ചാനൽ വില്ലേജ് കറീസ്. അപ്പോൾ ഓറഞ്ച് ഉണ്ടാക്കിയാൽ നമുക്ക് അതിന് വേണ്ടി 4 കിലോ ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഓറഞ്ചിന് വില കുറവാണ്, 4 കിലോ 100 രൂപ. അതുകൊണ്ടാണ് സീസണിലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് കൊണ്ടാണ് നോർമലി വൈൻ ഉണ്ടാക്കുന്നത്. ആ സമയത്ത് ഫ്രൂട്ട്സിന് വില കുറവുണ്ടാവും. ഇത് പക്ഷേ ഒരു കുറച്ചും കൂടെ കഷ്ടപ്പാടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വേണം, തൊലിയെല്ലാം കളഞ്ഞ് ഇതിന് അല്ലി എടുത്ത് അല്ലിക്കകത്ത് ആ നാരെല്ലാം കളഞ്ഞ് ഉള്ളിൽ കുരുവൊക്കെ കളയണം. കുരുവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നെ വൈൻ ഉണ്ടാക്കി കഴിയുമ്പോൾ കഴിച്ച് ഒരു കയ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. നോർമലി ഓറഞ്ച് പഴുത്തതാണോ അതുപോലെ തന്നെ പുളിയുണ്ടോ മധുരമുണ്ടോ നോക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം വൈൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അല്പം പുളിയും മധുരത്തോടുകൂടി ചേർന്നായത് കാരണം നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ നോക്കിയാൽ വേണ്ട. ഈസ്റ്റിട്ട് നമ്മൾ ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് വൈൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് 4 കിലോ ഉള്ളപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ വേണ്ടി വരും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. വേറൊന്നും വലിയ ഓറഞ്ച് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഓറഞ്ച് നല്ല കണക്ക് തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ കിട്ടും. ഇതിനകത്തുനിന്ന് ഈ നാരുകൾ ഇതുപോലെ പറിച്ച് മാറ്റണം. നമ്മൾ ഈ നാരെല്ലാം പറിച്ച് മാറ്റിയതിന് ശേഷം വേണം ഇതിനകത്ത് അല്ലിയെല്ലാം തുറന്ന്, അല്ലിക്കകത്ത് ഇതുപോലെ തന്നെ ഇത് നാരുകളുണ്ടാകും, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള നാരും എല്ലാം നമ്മൾ നന്നായിട്ടെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കുരു എടുക്കണം. കുരു എടുത്ത് ഞാൻ പറഞ്ഞല്ലോ, അത് കുരു എടുക്കാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് കയ്പ്പ് എന്നുള്ള രീതി പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുരു വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ കുരു ഇട്ട് തന്നെ കുരു എടുത്തിട്ടാണ് ഇത് കണ്ടത്. ഇങ്ങനെ എടുക്കാൻ നേരത്തെ കുരു വരുന്നുണ്ടല്ലോ. പിന്നെ ഈ ഓറഞ്ച് അധികം മൂപ്പില്ലാത്തതാണ്, അതുകൊണ്ട് ചിലതിന് അല്ലിക്കകത്തൊന്നും കുരു ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഒന്ന് കുരു എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കയ്പ്പ് ഉണ്ടാകാറ്. ഇത്ര ഓറഞ്ചിൻ്റെ ഇത്ര അല്ലിക്കകത്തുള്ള കുരു വരുമ്പോൾ നല്ല കയ്പ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോ കാണാം. എല്ലാ ഓറഞ്ചിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞ് അതിനകത്ത് അല്ലി എടുത്ത് അതിനകത്ത് കുരു എല്ലാം കളഞ്ഞ് അതിൻ്റെ നാരും എല്ലാം നീക്കി പറ്റുന്നിടത്തോളം നമ്മൾ അതിൻ്റെ നാര് മറ്റേ അതിനകത്തുള്ള കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുരുവ്. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ എടുക്കാൻ നേരത്തെ അതിനകത്ത് കുരു എടുക്കുമ്പോൾ തന്നെ ഓറഞ്ചിൻ്റെ അല്ലികളൊന്ന് നന്നായിട്ട് അത്യാവശ്യം ഒന്ന് ക്രഷ് ആയിട്ടുണ്ടാവും, ഉടയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്തെങ്കിലും ചേർത്ത് നല്ലപോലെ ഇതിനകത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിൽ അടിക്കുകയും ചെയ്യൽ ചിലപ്പോൾ കഴിക്കും. പിന്നെ ഞാൻ പറഞ്ഞ കണക്കുള്ള കുരു പരമാവധി എടുത്ത് കളയാൻ ശ്രമിച്ചോണം. കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കയ്പുണ്ടാവും. എന്നിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഇതിനകത്തോട്ട് ഞാനൊരു വലിയ കഷ്ണം 2 പട്ട, അതായത് ഒത്തിരി ഇത്രയും വൈൻ ഉള്ളതുകൊണ്ട് ഇതൊരു ബൾക്ക് ക്വാണ്ടിറ്റി ആയത് കാരണം കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറയട്ടെ, 4 കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 4 കിലോയുടെ ഏകദേശം ഇതിൻ്റെ തൊലി തന്നെ ഒരു 1/4 കിലോയ്ക്ക് അടുത്ത് പോയിട്ടുണ്ട്. ബാക്കി ഒരു 3 കിലോയ്ക്ക് അടുത്തേ ഉള്ളൂ ഇതിനകത്ത് സംഭവം. അപ്പോൾ പിന്നെ ഇപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ലാർജ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് കുറച്ച് ലാർജ് ക്വാണ്ടിറ്റി സാധനങ്ങൾ. അപ്പോൾ 2 കഷ്ണം പട്ട, വലിയ 2 കഷ്ണം പട്ട, ഒരു 5 ഏലക്ക, പിന്നെ ഗ്രാമ്പു എടുത്തിരിക്കുന്നത് ഒരു 5 ഗ്രാമ്പു. അതുകൊണ്ട് ഗ്രാമ്പു ഒന്നും ഒത്തിരി കൂടാൻ പാടില്ല. നിങ്ങൾ ഏലക്കയും പട്ടയും കൂടിയാലും ഗ്രാമ്പു കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും. ഇനി അടുത്ത് ചേർക്കേണ്ട എന്താണെന്നറിയാമല്ലോ, പഞ്ചസാര ഇതിപ്പോഴത്തേക്ക് ഒരു 3 കിലോയുടെ കണക്കിന് എടുത്തതിനകത്ത് ഇപ്പോൾ ഞാനിപ്പം ഇവിടെ ഒരു 1.5 കിലോ പഞ്ചസാര ചേർക്കും. 1.5 കിലോ ചേർത്തതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വൈൻ്റെ എങ്ങനെയാണ് സ്റ്റെപ്പ് എന്ന് അറിയാമല്ലോ. ആദ്യത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആട്ടി കൊടുക്കും. പിന്നെ അടുത്ത 4 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ആട്ടി കൊടുക്കും. പിന്നെ വരുന്ന, അതായത് ഒരേ ഡിറക്ഷനിൽ തന്നെ ആയിരിക്കണം നമ്മളാണെന്നുണ്ടെങ്കിൽ ആ കുപ്പി ഒന്ന് നമ്മൾ വെച്ച് നാട്ടുന്നത്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല. നേരത്തെ ഉള്ള വൈൻ്റെ റെസിപ്പി ഇതൊക്കെ നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. അതൊരു പഞ്ചസാര ചേർത്ത് കൊടുക്കും, 1.5 കിലോ പഞ്ചസാര. ഈ 4 ദിവസം കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ 3 ദിവസം കഴിയാൻ നേരത്ത് നമ്മൾ നോക്കുമ്പോൾ മധുരം കുറവാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കൂടുതലായിട്ട് പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ ഇതിനെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇതിനൊരു അല്പം പുളിയും മധുരവും കൂടെ ചേർന്നാണ് ഈ ഓറഞ്ച് ഇരിക്കുന്നത്. പഞ്ചസാര ഫുള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ എന്നുണ്ടെങ്കിൽ ഇതിൽ ചേർക്കുന്നത് 2 പിടി ഗോതമ്പ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഗോതമ്പ് 2 പിടി ചേർക്കുന്നുണ്ട്. സാധാരണ 1 പിടി മതി. ഇതിപ്പോൾ ഇത്രയും വൈനുള്ള കാരണം ഒരു 2 പിടി ഗോതമ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് നമ്മൾ നുറുക്ക് ഗോതമ്പ് പോലെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നേരിട്ടിട്ട് വല്ല ചെയ്യുന്നത് എപ്പോഴും പറയുന്ന കണക്ക് തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കും. കാരണം അതിനകത്ത് അഴുക്കും പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വൈൻ പൂപ്പിലൊന്നും കയറാതിരിക്കാനായിട്ട് ഇതും കൂടെ ഈ ഗോതമ്പ് നുറുക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി അടുത്ത എന്താണെന്നറിയാമല്ലോ, നമ്മൾ ഈസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു 10 ഗ്രാമോളം ഈസ്റ്റ് ഇപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈസ്റ്റ് പിന്നെ രണ്ടാമത് ചേർക്കുക എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പൊടി ഈസ്റ്റാണ് ഇത്. അപ്പോൾ ഈ പൊടി ഈസ്റ്റിന് ആക്ഷൻ കൂടുതലാണ്. അപ്പം ഞാൻ ഇത്ര ഈസ്റ്റും കൂടെ ചേർത്തു. ഇനിയിപ്പം ലാസ്റ്റ് എന്താണെന്നറിയാമല്ലോ, ചൂടുവെള്ളം. 3 കിലോ ഓറഞ്ചിന് ഇവിടെ ഇപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഒഴിക്കാൻ പോകുന്നത് 2.5 ലിറ്റർ തിളപ്പിച്ച അത്യാവശ്യം ചെറു ചൂടോട് കൂടിയ വെള്ളമാണ്. എല്ലാവരും ക്ഷമിക്കണം, വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഞാനിത് വീഡിയോ റെക്കോർഡാണെന്ന് കരുതി. പക്ഷേ ആ സമയത്ത് എന്ത് പറ്റിയെന്ന് അറിയില്ല, ക്യാമറയിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പായി.
പിന്നെയും വീഡിയോ റെക്കോർഡായി തുടങ്ങിയപ്പോഴത്തേക്ക് ഓൾറെഡി വെള്ളമൊക്കെ ഫില്ലാക്കി വെച്ചു. വേറെ ചെയ്തില്ല, വെള്ളം ഒഴിക്കുക മാത്രമേ ചെയ്തില്ല. എന്നിട്ട് ഗ്ലാസ് ജാർ കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചു. ഗ്ലാസ് ജാറിൻ്റെ ഇമെയിൽ മൂടിയുണ്ട്. ഇനി ഗ്ലാസ് ജാർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈനൊക്കെ ഫെർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് കുപ്പി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീർത്ത് പൊട്ട് കുപ്പി ചെരിഞ്ഞു പോവുക. വൈൻ അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. ഡാർക്ക് റൂമിൽ വൈൻ വെച്ചാലാണ് ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ മണ്ണിനടി കുഴിച്ചിടുക. മണ്ണിനടി കുഴിച്ചിടുന്ന വൈനൊക്കെ 6 മാസം 1 വർഷം കഴിഞ്ഞിട്ട് എടുക്കുന്നത്. വീര്യം കൂടുതലായിരിക്കും. അറിയാലോ, വീര്യം കൂട്ടി ഉപയോഗിക്കുന്നവർക്ക് ഗോതമ്പ് കൂടുതലായിട്ട് വൈനകത്ത് നിങ്ങൾ ഉപയോഗിക്കുക. വീര്യം കുറച്ച് വേണ്ടവർക്ക് അല്ലെങ്കിൽ പിള്ളേർക്ക് നമ്മുടെ വീട്ടിലുള്ള സാധാ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നതിന് നോർമലി ഇപ്പോൾ ചേർത്തേക്കുന്ന ഈ ഒരു ലെവലിലെ ഗോതമ്പ് ചേർത്താൽ മതി. ഗോതമ്പ് അരിയൊക്കെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ വൈൻ്റെ വീര്യം കൂടും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരാഴ്ചയിൽ ആദ്യത്തെ 3 ദിവസം കഴിയുമ്പോൾ എടുത്തിട്ട് ഇതുപോലെ തന്നെ വൈൻ കുപ്പി എടുത്ത് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ആട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളൊരു 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഡയറക്ഷനിൽ ആട്ടുക. ഇപ്പം നാളെ ആകുമ്പോഴത്തേക്ക് ഇതിന് ഫെർമെൻറ്റ് ചെയ്തിട്ട്, നാളെ മാത്രമല്ല, ഇപ്പോൾ ചൂടുണ്ടല്ലോ അത്യാവശ്യം, ഇന്ന് രാത്രി തൊട്ടിനകത്ത് നിന്നിട്ട് ഇങ്ങനെ ഈ പുറത്തേക്ക് ഇതിങ്ങനെ തൂവി വരാൻ തുടങ്ങും. മേളിൽ നല്ല ഒരു ഉണങ്ങിയ കോട്ടൺ തുണി ഉണ്ട്. എന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിനകത്ത് കഴുകി ഉണക്കിയെടുത്ത കോട്ടൺ തുണി കൊണ്ട് കെട്ടി വെച്ചേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് കൂടെ ഇതിനകത്തോട്ടേക്ക് എന്തെങ്കിലും കയറി ഫൈൻ പൂക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരിക്കട്ടെ. പിന്നെ 4 ദിവസം കഴിയാൻ നേരത്തേക്ക് അടുത്ത 4 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ ആട്ടി കൊടുക്കുക. പിന്നെ 1 ദിവസങ്ങളിൽ ആട്ടി അങ്ങനെ 21 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വൈനാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ മണ്ണിലടിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം പ്രൊസീജിയർ, ഇത് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം വന്നുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് കവറോടെ കൊണ്ട് ഫുള്ള് മൂടിയതിന് ശേഷം നിങ്ങൾക്ക് മണ്ണിലടോട്ട് ഇറക്കി ഇട്ട് കഴിഞ്ഞാൽ കുപ്പി പൊട്ടും അങ്ങനെയും ചെയ്യത്തൊന്നുമില്ല. മണ്ണ് നല്ല ടൈറ്റായിട്ട് മൂടി ഇട്ടേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഡാർക്ക് റൂമിൽ വെക്കുക. ഡാർക്ക് റൂമിൽ വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം അടിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഉണ്ടാക്കുന്ന വൈൻ്റെ അതിൻ്റെ ക്വാളിറ്റിയെ അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. 21-ാമത്തെ ദിവസം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വൈൻ തുറന്ന് അഴിച്ച് നമ്മൾ വൈൻ അരിച്ച് അന്നായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത്. സോ നമുക്ക് അപ്പം കാണാം. അങ്ങനെ 21 ദിവസം കഴിഞ്ഞ് നമ്മുടെ വൈൻ ഇതെടുക്കാനുള്ള സമയമായി. എല്ലാം നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചിരുന്നതായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വേറൊരു പാത്രവും പിന്നെ ഒരു വലിയൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് വലിയ അരിപ്പ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാണിക്കുന്ന കണക്ക് ഇതിനകത്തോട്ടൊക്കെ ഒരു തുണി, നല്ലൊരു കോട്ടൺ തുണി നല്ലപോലെ കഴുകി ഉണക്കി നല്ല വെയിലത്ത് ഉണക്കിയതെടുത്തിട്ട് അതിനകത്ത് ഇടുക. നമുക്കത് ആവശ്യം വരും. വൈനകത്ത് ഉള്ള ഇതിൻ്റെ അടിയിൽ നിന്ന് ചണ്ടി നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട്. നമുക്കിത് കുറേശ്ശായിട്ട് എടുത്തിട്ട് ഒഴിക്കാം. വളരെ കുറച്ച് മാത്രം ആദ്യം ഒഴിക്കുക. അതിന് ശേഷം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്കത്തൊരു തവി എടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് അതിനകത്തുള്ള ആ വൈ താഴോട്ട് നമ്മളിങ്ങനെ നല്ലപോലെ കൊടുക്കണം, താഴെ കരിച്ച്. ഇതിൻ്റെ ചണ്ടിയെല്ലാം നല്ലപോലെ ഞാൻ എടുത്ത് പിഴിഞ്ഞത് കണ്ടല്ലോ, നന്നായിട്ട് ഞെക്കി എടുത്തിട്ടുണ്ട്. ഇത്രയുണ്ട്. ഒത്തിരി നമ്മൾ എടുക്കാതിരിക്കുന്നില്ല, അത് അടിഞ്ഞടിഞ്ഞ് മട്ടുപോലെ അതിനകത്ത് അടിയത്തേ ഉള്ളൂ. ഇപ്പോൾ ഇത്ര തന്നെ മതിയാവും. ഇപ്പോൾ നമുക്ക് കളയായത്. എന്നിട്ട് വൈൻ നല്ലപോലെ ഒന്നുകൂടെ തിരിച്ച് ഭരണിയിൽ ഒഴിച്ചിട്ട് അതിന് മട്ടടിയണം. എന്നാലേ വൈൻ നമുക്കത് സെർവ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിന് നമുക്ക് വൈൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഊറ്റിയ വൈൻ തിരിച്ച് നമുക്ക് ഭരണിക്കകത്തോട്ടൊക്കെ തന്നെ ഒഴിക്കാം. എവിടെയും വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല, എപ്പോഴും പറയുന്നതിനൊക്കെ അറിയാമല്ലോ. ഇനി ഇത് ഒരു 2 ദിവസം ഇരിക്കുമ്പോൾ തിരിച്ച് അടിഞ്ഞ് മുഴുവൻ താഴെ മട്ട് തെളിയും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കുപ്പികളിലോട്ട് ഊറ്റി വെക്കുകയോ മറ്റോ ചെയ്യാം. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ നമ്മുടെ ഓറഞ്ച് വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിശുക്കൊന്നും ആരും കാണിക്കരുത്. പുതിയൊരു വ്യൂവറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വില്ലേജ് കറീസ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അത് ഉപകരിക്കും. പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ദിസ് ഈസ് യുവർ ശ്രീ സൈനിങ് ഔട്ട്.